പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മലയാളം അതുപോലെ തന്നെ കായികം എന്നീ മേഖലയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 25 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു എക്സാം എഴുതുന്ന സീരിയസ്നെസ്സോടുകൂടി തന്നെ ഈ ഒരു ടെസ്റ്റ് അപ്രോച്ച് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് സംസാരിച്ച സമയങ്ങളുണ്ട്, ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സമാനപദം എഴുതുക എന്നാണ് കേട്ടോ. മോദം എന്ന് പറയുന്ന വാക്കിൻ്റെ സമാനപദം എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ 4 ഓപ്ഷൻസിനകത്ത് നിന്ന് മോദം എന്ന് പറയുന്ന വാക്കിൻ്റെ സമാനപദം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കിയേ. ശരി ഉത്തരം നിങ്ങൾ കണ്ടെത്തിയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, സന്തോഷം എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം തന്നെയാണ്. മോദം എന്ന് പറയുന്ന വാക്കിൻ്റെ സമാനപദം എന്ത് തന്നെയാണ്? ഇതിനകത്ത് സന്തോഷമാണ് കേട്ടോ. മോദം എന്ന് പറയുന്ന വാക്കിൻ്റെ സമാനപദം എന്താണ്? സന്തോഷം എന്ന് തന്നെയാണ്. അടുത്തത് നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണ്? കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും എന്ന് പറയുന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്തെന്നാണ് നമ്മുടെ 77ാമത്തെ ചോദ്യം, അല്ലെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ 4 ഓപ്ഷൻസിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കിയേ. ഞാനീ നിങ്ങളോട് ശ്രമിക്കാൻ പറയുന്ന സമയം അല്പം കുറഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരം കണ്ടെത്താനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് തന്നെ കിടക്കാം. എന്താണ് കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? നമ്മുടെ ആഗ്രഹം ശക്തമാണെങ്കിൽ എന്തും നേടിയെടുക്കാം. കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റത്ത് കല്ല് പറക്കുമോ? പറക്കത്തില്ല അല്ലേ. അപ്പോൾ കാറ്റത്ത് കല്ല് പറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അത്രയും വലിയൊരു ടാസ്ക്കാണ്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. ആഗ്രഹം നന്നെങ്കിൽ എന്തും നേടിയെടുക്കാമെന്നാണ് പറയുന്നത്. ആഗ്രഹം ശക്തമാണെങ്കിൽ എന്തും നേടിയെടുക്കാമെന്നാണ് കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കുമെന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത 78ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഫിഫ നിലവിൽ വന്നത് വർഷം ഏതാണ് എന്നാണ് ചോദ്യം. ഫിഫ നിലവിൽ വന്ന വർഷം ഏതെന്നാണ് നമ്മുടെ 78ാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങളെക്കൊണ്ട് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 1904 കേട്ടോ. അപ്പോൾ 1904 എന്ത് ചെയ്യുന്നത്? ഫിഫ വരുന്നത്. ഫിഫ ഫുട്ബോളൊക്കെ നിലവിൽ വരുന്ന എപ്പോഴാണ്? 1904 അറിഞ്ഞിരിക്കുക. 16 യാർഡ് ഹിറ്റ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. 16 യാർഡ് ഹിറ്റ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ 79ാമത്തെ ചോദ്യം. അപ്പോൾ ഏത് കായികവുമായിട്ട് ബന്ധപ്പെട്ടതാണ് 16 യാർഡ് ഹിറ്റ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഹോക്കിയാണ് കേട്ടോ. അപ്പോൾ ഹോക്കിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കായിക അല്ലെങ്കിൽ ഒരു വാക്കാണത് 16 യാർഡ് ഹിറ്റ്. 16 യാർഡ് ഹിറ്റ് ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 80ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏത് കൃതിയിലെ കഥാപാത്രമാണ് മല്ലൻ? ഓക്കെ, അപ്പോൾ മല്ലൻ എന്ന് പറയുന്നത് ഏത് കൃതിയിലെ കഥാപാത്രമാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏത് കൃതിയിലെ കഥാപാത്രമാണ് മല്ലൻ? നെല്ലാണ് കേട്ടോ. അപ്പോൾ നെല്ലെന്ന് പറയുന്ന കൃതിയുടെ കഥാപാത്രമാണ് ആര്? മല്ലൻ. നെല്ലെന്ന് പറയുന്ന കൃതിയുടെ കഥാപാത്രമാണ് മല്ലൻ എന്ന് അറിഞ്ഞിരിക്കുക. ശരിയായ പദം ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 4 വാക്ക് കൊടുത്തിട്ടുണ്ട്. ശരിയായ പദം ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ബൗദ്ധികമാണ് കേട്ടോ. അപ്പോൾ ബൗദ്ധികമാണ് ഇതിനകത്ത് ശരിയായിട്ട് എഴുതിയിട്ടുള്ളത്. ബാക്കി 3 വാക്കും ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് തെറ്റായിട്ടാണ്. ഓക്കെ, അപ്പോൾ ബൗദ്ധികം എന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, അടുത്ത 82ാമത്തെ ചോദ്യം. ഒറ്റപ്പദം എഴുതുക. ആശ നശിച്ചവൻ. ആശ നശിച്ചവനെ നമ്മൾ എന്താണ് പറയുക? ശരി ഉത്തരം നിങ്ങൾക്ക് കിട്ടിയോ? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഹതാശൻ എന്നാണ് കേട്ടോ. ഹതാശൻ എന്നാണ്. നമുക്ക് നിരാശൻ എന്ന് എഴുതി കളയരുത്. ആശ നശിച്ചവൻ ആരാണ്? ഹതാശനാണ്. ആശ നശിച്ചവൻ ആരാണ്? ഹതാശനാണെന്ന് അറിഞ്ഞിരിക്കുക. 83ാമത്തെ ചോദ്യം. പിരിച്ചെഴുതുക എന്നാണ് കേട്ടോ. സച്ചിദാനന്ദ എന്ന് പറയുന്ന വാക്കിനെ പിരിച്ചെഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ശരിയാക്കി എഴുതാനായിട്ട് കണ്ടെത്തുകയെ ഒന്ന് ശ്രമിച്ചു നോക്കിയേ. ഓക്കെ, നമുക്ക് നോക്കാം. സത് പ്ലസ് ചിത്ത് പ്ലസ് ആനന്ദ, ഇതാണെന്ത്? സച്ചിദാനന്ദ. എന്താണ്? സത്ത് പ്ലസ് ചിത്ത് പ്ലസ് ആനന്ദയാണ് സച്ചിദാനന്ദ. ഓക്കെ അല്ലേ? സത്ത് പ്ലസ് ചിത്ത് പ്ലസ് ആനന്ദയാണെന്ത്? സച്ചിദാനന്ദ. അടുത്ത 84ാമത്തെ ചോദ്യം. സ്ത്രീലിംഗ ശബ്ദം ഏതെന്നാണ് കേട്ടോ. സ്ത്രീലിംഗ ശബ്ദം എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മനീഷി എന്ന് പറയുന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ ശബ്ദം ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ശരി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ്? മനീഷിണി എന്നാണ് കേട്ടോ. മനീഷിണി കണ്ടോ. മനീഷിണി എന്നാണെന്ത്? സ്ത്രീലിംഗ ശബ്ദം. മനീഷി എന്ന് പറയുന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ ശബ്ദം എന്താണ്? മനീഷിണി എന്നാണെന്ന് അറിഞ്ഞിരിക്കുക. 85ാമത്തെ ചോദ്യം. വലിയ കഷ്ടകാലം എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? വലിയ കഷ്ടകാലം എന്ന് അർത്ഥം വരുന്ന ശൈലി ഏതെന്നാണ് നമ്മുടെ 85ാമത്തെ ചോദ്യം. സിമ്പിളായിട്ട് എഴുതാൻ കഴിയും. എന്താണ് വലിയ കഷ്ടകാലം എന്നറിയപ്പെടുന്നത്? എന്താണ്? കണ്ടകശനിയാണല്ലേ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. വലിയ കഷ്ടകാലം എന്ന് പറയുന്നത് എന്തിനാണ്? കണ്ടകശനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വലിയ കഷ്ടകാലം. ഓക്കെ, വലിയ കഷ്ടകാലം കണ്ടകശനി. അടുത്ത 86ാമത്തെ ചോദ്യം. കപിലൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? കപിലൻ എന്ന് പറയുന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരെന്നാണ് നമ്മുടെ 86ാമത്തെ ചോദ്യം. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ആരെയാണ് നമ്മൾ കപിലൻ എന്നറിയപ്പെടുന്നത്?
കെ പത്മനാഭൻ നായരാണ് കേട്ടോ. അപ്പോൾ കെ പത്മനാഭൻ നായർ എന്ന് പറയുന്ന സാഹിത്യകാരനെയാണ് നമ്മൾ കപിലൻ എന്ന് പറയുന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. ഓക്കെ, കപിലൻ എന്ന് പറയുന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരെയാണ്? നമ്മുടെ കെ പത്മനാഭൻ നായരെയാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത 87ാമത്തെ ചോദ്യം, ഒളിമ്പിക്സിൽ മാർച്ച് പാസ്റ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? ഈ ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏത് രാജ്യമാണ് എപ്പോൾ ഒളിമ്പിക്സ് നടന്നാലും അതിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏത് തന്നെയാണ്? നമ്മുടെ ഗ്രീസാണ് കേട്ടോ. അപ്പോൾ ഗ്രീസിലല്ലേ ഒളിമ്പിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏത് തന്നെയാണ്? നമ്മൾ ഗ്രീസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത 88ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ധൻരാജ് പിള്ള ഹോക്കി അക്കാദമി എവിടെയാണ്? എന്താണ് ചോദ്യം? ധൻരാജ് പിള്ള ഹോക്കി അക്കാദമി എവിടെയാണെന്നാണ് നമ്മുടെ 88ാമത്തെ ചോദ്യം. എവിടെയാണ് ധൻരാജ് പിള്ള ഹോക്കി അക്കാദമി? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, മുംബൈയിലാണ്. ഓക്കെ, അപ്പോൾ മുംബൈയിലാണ് ധൻരാജ് പിള്ള ഹോക്കി അക്കാദമി. എവിടെയാണ്? മുംബൈയിലാണെന്ന് അറിഞ്ഞിരിക്കുക. ധൻരാജ് പിള്ള ഹോക്കി അക്കാദമി എവിടെയാണ്? മുംബൈയിലാണ്. 89ാമത്തെ ചോദ്യം, പ്രാചീന കവിത്രയങ്ങളിൽ പെടാത്തത് ഇതിൽ ആരൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രാചീന കവിത്രയങ്ങളിൽ ഉൾപ്പെടാത്തത് ആരെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം പ്രാചീന കവിത്രയം എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാരാണല്ലേ. അപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടാത്ത ആരാണ്? വള്ളത്തോളാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വള്ളത്തോളാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ട ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ പ്രാചീന കവിത്രയങ്ങളിൽ ഉൾപ്പെടാത്തതിനകത്ത് ആരാണ്? വള്ളത്തോളാണ്. അപ്പോൾ ആരൊക്കെയാണ് പ്രാചീന കവിത്രയങ്ങൾ? ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ. ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ എന്നിവരാണ് പ്രാചീന കവിത്രയങ്ങളെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത നമുക്ക് 90ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളി ആരാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളി ആരെന്നാണ് നമ്മുടെ 90ാമത്തെ ചോദ്യം. ആർക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചത്? നമ്മുടെ ആർ നാരായണ പണിക്കർക്കാണ് കേട്ടോ. ആർ നാരായണ പണിക്കർക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യമായി ലഭിക്കുന്ന വ്യക്തി ആരാണ്? ആദ്യമായി ലഭിക്കുന്ന മലയാളി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ ആർ നാരായണ പണിക്കരാണ്. ആർ നാരായണ പണിക്കർക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യമായിട്ട് ലഭിച്ച മലയാളി എന്ന് പറയുന്ന ആരാണ്? ആർ നാരായണ പണിക്കരാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. 91ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇതിൽ ശരിയായ വാക്യം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോ വാക്യമായിട്ട് അങ്ങ് നോക്കിയാലോ. അവൻ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വച്ചു. അത് ശരിയാണോ? ഒരിക്കലുമല്ലേ. കാര്യം നമുക്കിവിടെ ചുറ്റും എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാര്യം പ്രദക്ഷിണം വയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റും എന്ന് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അവൻ അമ്പലത്തിന് പ്രദക്ഷിണം വെച്ചു എന്ന് പറഞ്ഞാൽ മതി. അവിടെ ചുറ്റും എന്ന് പറയുന്നൊരു വാക്കിൻ്റെ ആവശ്യം ഇതിനകത്ത് വരുന്നില്ല. അതുപോലെ തന്നെ തുലാഭാരത്തിനായിട്ട് 100 തേങ്ങകൾ എത്തിച്ചു. അപ്പോൾ ഇതും തെറ്റാണല്ലേ. കാര്യം ഇതിനകത്ത് 100 എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. തുലാഭാരത്തിനായിട്ട് തേങ്ങകൾ എത്തിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അടുത്ത ഓപ്ഷൻ സി എന്താണ്? ശരി ഉത്തരമാണോ? നീ ഇങ്ങനെ ചിന്തിച്ചു പോയാൽ ഞാൻ എന്ത് ചെയ്യും? നീ ഇങ്ങനെ ചിന്തിച്ചു പോയാൽ ഞാൻ എന്ത് ചെയ്യും? അത് നമുക്ക് ശരിയായിട്ട് എഴുതാൻ കഴിയുന്ന ഓപ്ഷൻ ആണോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതെ അല്ലേ. അപ്പോൾ അത് ശരി ഉത്തരം തന്നെയാണ്. നീ ഇങ്ങനെ ചിന്തിച്ചു പോയാൽ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പറയുന്നത് ശരി ഉത്തരം തന്നെയാണ്. ഇന്നും നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും സാർവത്രിക അഴിമതിയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കേട്ടാൽ തന്നെ അറിയാം തെറ്റാണല്ലേ. എല്ലായിടത്തും സാർവത്രിക എന്ന് പറയുന്ന 2 വാക്കിൻ്റെ ആവശ്യം വരുന്നില്ല. ഒന്നിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും അഴിമതിയാണ്, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ സർവത്ര അഴിമതിയാണെന്ന് പറഞ്ഞേണ്ട ആവശ്യമേ ഉള്ളൂ. ഒരിക്കലും നമുക്ക് ഈ 2 വാക്കും കൂടി ഇതിനകത്ത് വരേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതും തെറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരിക. നീ ഇങ്ങനെ ചിന്തിച്ചു പോയാൽ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ശരി ഉത്തരം. ഓക്കെ, നമുക്കടുത്ത 92ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. വിപരീത പദം എഴുതുക എന്നാണ്. ഉന്നതി എന്ന് പറയുന്ന വാക്കിൻ്റെ വിപരീത പദം എഴുതാനാണ് നമ്മുടെ 92ാമത്തെ ചോദ്യം. ഏതാണ് ഉന്നതി എന്ന് പറയുന്ന വാക്കിൻ്റെ വിപരീതം ഏതാണ്? ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, അവനിധി എന്നാണ് കേട്ടോ. അപ്പോൾ ഉന്നതി എന്ന് പറയുന്ന വാക്കിൻ്റെ വിപരീത പദം എന്താണ്? അവനിധി. ഉന്നതി എന്ന് പറയുന്ന വാക്കിൻ്റെ വിപരീതം എന്താണ്? അവനിധി എന്നാണെന്ന് അറിഞ്ഞിരിക്കുക. 93ാമത്തെ ചോദ്യം ചേർത്ത് എഴുതുക. മന പ്ലസ് ബലം എന്താണ്? മന പ്ലസ് ബലം എന്താണെന്നാണ് നമ്മുടെ 93ാമത്തെ ചോദ്യം. എന്താണ് മന പ്ലസ് ബലം? മനോബലമാണല്ലേ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. മനോബലത്തിനാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ മന പ്ലസ് ബലമായിട്ട് മാറുന്നത്. അടുത്ത 94ാമത്തെ ചോദ്യം, എ ഫെയർ വെതർ ഫ്രണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? എ ഫെയർ വെതർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആപത്തിലുതകാത്ത സ്നേഹിതൻ എന്നാണ് കേട്ടോ. ആപത്തിലുതകാത്ത സ്നേഹിതൻ എന്നാണ് എ ഫെയർ വെതർ ഫ്രണ്ട് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. എ ഫെയർ വെതർ ഫ്രണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആപത്തിൽ ഉതകാത്ത സ്നേഹിതൻ എന്നാണ്. ആപത്തിൽ ഉതകാത്ത സ്നേഹിതൻ എന്നാണ്. 95ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. വൈദ്യർ എന്നതിൽ അർ എന്തിനെ സൂചിപ്പിക്കുന്നു? അപ്പോൾ നമുക്കറിയാം വൈദ്യർ എന്ന് പറയുന്നതിൽ നമ്മൾ വൈദ്യർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ അല്ലെങ്കിൽ അർ എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യും? ചേർക്കില്ലേ. അപ്പോൾ ഈ അർ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്താണ്?
അതെന്താണ്? പൂജക ബഹുവചനമാണ്. ഓക്കെ, നമ്മളൊരാളെ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് എന്ത്? വൈദ്യർ. ഓക്കെ, വൈദ്യർ എന്നൊക്കെ പറയുന്നത് എന്താണ്? അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ എന്താണ്? പൂജക ബഹുവചനമാണ്. പൂജക ബഹുവചനമാണ്. വൈദ്യർ എന്ന് പറയുന്നതിൽ എന്താണ്? പൂജക ബഹുവചനമാണെന്ന് അറിഞ്ഞിരിക്കുക. 96ാമത്തെ ചോദ്യം, അരങ്ങ് കാണാത്ത നടൻ എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? എന്താണ്? അരങ്ങ് കാണാത്ത നടൻ എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ചോദിച്ചാൽ അതെന്താണ്? ഒരു ആത്മകഥയാണ്. ആരുടെ ആത്മകഥയാണ് അരങ്ങ് കാണാത്ത നടൻ? അതൊരു ചോദ്യമാണല്ലേ. തിക്കോടിയൻ, അത് നമുക്കറിയാം, പ്രശസ്തനായിട്ടുള്ള സാഹിത്യകാരനാണ് തിക്കോടിയൻ. തിക്കോടിയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ആത്മകഥയാണ് എന്ത്? അരങ്ങ് കാണാത്ത നടൻ. അപ്പോൾ അരങ്ങ് കാണാത്ത നടൻ എന്ന് പറയുന്ന ആരുടെ ആത്മകഥയാണ്? തിക്കോടിയൻ്റെ ആത്മകഥയാണ് അരങ്ങ് കാണാത്ത നടൻ എന്ന് അറിഞ്ഞിരിക്കുക. 97ാമത്തെ ചോദ്യം, പിങ് പോങ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കായിക ഇനം ഏതാണ്? പിങ് പോങ് നമുക്കറിയാലോ, സിമ്പിളല്ലേ. പിങ് പോങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ്? ടേബിൾ ടെന്നീസ് ആണല്ലേ. അപ്പോൾ ടേബിൾ ടെന്നീസിനെയാണ് നമ്മൾ ചൈനയിൽ ടേബിൾ ടെന്നീസിന് അറിയപ്പെടുന്ന പേര് പിങ് പോങ് എന്നാണ്. ഓക്കെ, അപ്പോൾ പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക വിഭാഗം ഏതാണ്? ടേബിൾ ടെന്നീസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. 98ാമത്തെ ചോദ്യം, ഈ വർഷത്തെ യൂറോ കപ്പ് ഫുട്ബോൾ ജേതാക്കളായ രാജ്യം ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ വർഷത്തെ യൂറോ കപ്പ് ഫുട്ബോൾ ജേതാക്കളായിട്ടുള്ള രാജ്യം ഏതാണ്? നമ്മുടെ 98ാമത്തെ ചോദ്യം. അപ്പോൾ ഈ വർഷം നമ്മുടെ യൂറോ കപ്പ് നേടിയത് ആരാണ്? ഇറ്റലിയാണല്ലേ. അപ്പോൾ ഇറ്റലിയാണ് എന്ത് ചെയ്യുന്നത്? ഈ വർഷത്തെ യൂറോ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ്? ഇറ്റലിയാണെന്ന് അറിഞ്ഞിരിക്കുക. 99ാമത്തെ ചോദ്യം, ഒരു വർഷത്തിൽ ആദ്യം നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് ഏതാണ്? എന്താണ് ചോദ്യം? ഒരു വർഷത്തിൽ ആദ്യം നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് ഏതാണ്? നമ്മുടെ 99ാമത്തെ ചോദ്യം. ഏതാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ ആണല്ലേ. ഒരു വർഷത്തിൽ ആദ്യം നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് ഏതാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഒരു വർഷത്തിൽ ആദ്യം നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് ഏതാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. 100ാമത്തെ ചോദ്യം, ദ റേസ് ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ദ റേസ് ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരെന്നാണ് നമ്മുടെ 100ാമത്തെ ചോദ്യം. ആരാണ് ദ റേസ് ഓഫ് മൈ ലൈഫ്? അത് നമ്മുടെ മിൽഖാ സിംഗ്, നമ്മുടെ പറക്കം സിംഗ് എന്നൊക്കെ അറിയപ്പെടുന്ന മിൽഖാ സിംഗിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണെന്ത്? ദ റേസ് ഓഫ് മൈ ലൈഫ്. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് 25 പ്രധാനപ്പെട്ട മലയാളം കായികം എന്ന ഇനത്തിലുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സും വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.